ഹായ് സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോ രണ്ടുപേര് അവരുടെ വീൽ ചെയറിൽ പോളിംഗ് സ്റ്റേഷനിൽ വോട്ട് ചെയ്യാൻ വന്ന സമയത്ത് അവിടെ റാമ്പ് ഇല്ലാത്തത് കൊണ്ട് ഒരാൾ മടങ്ങിപ്പോവുകയും മറ്റേയാൾ റാമ്പ് ഉണ്ടാക്കുന്നത് വരെ വെയിറ്റ് ചെയ്തതിന് ശേഷം വോട്ട് ചെയ്ത് മടങ്ങുകയാണ് ചെയ്തത്. ഈ വീഡിയോ ഇലക്ഷൻ സമയത്ത് വ്യാപകമായി ഷെയർ ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ വൈറലാകുകയും ചെയ്തു. അതിൻ്റെയൊക്കെ അടിയിൽ കമൻ്റായി വന്നിട്ടുള്ളത്, നിങ്ങൾ എന്തിനാണ് ഇത്ര കഷ്ടപ്പെട്ട് വോട്ട് ചെയ്യാൻ പോകുന്നത്, നിങ്ങൾക്ക് ഓപ്പൺ വോട്ട് ചെയ്തുകൂടെ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. എന്റെ ഹെൽത്ത് ഓക്കെ അല്ലാത്തതിനാൽ തന്നെ എനിക്ക് ആ സമയത്ത് ഒരു വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. വോട്ടർ പട്ടികയിൽ പേരുള്ള ഏതൊരു ഇന്ത്യൻ പൗരനും വോട്ട് ചെയ്യാനുള്ള അവകാശമുണ്ട്. അത് സ്വകാര്യമായി വോട്ട് ചെയ്യാനുള്ള അവകാശം കൂടിയാണ്. കാഴ്ച പരിമിതിയുള്ള ആളുകൾക്ക് വോട്ട് ചെയ്യുന്നതിനായി വോട്ടർ മെഷീനിൽ ബ്രെയിൻ ലിപിയിൽ ചിഹ്നങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാ വിഭാഗം ജനങ്ങൾക്കും അവരവരുടെ സ്വകാര്യതയിൽ തന്നെ വോട്ട് ചെയ്യുന്നതിന് വേണ്ടിയാണ് ഇത്തരം സംവിധാനങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത്. ഓപ്പൺ വോട്ട് എന്നത് നമ്മൾക്ക് വേണ്ടി നമ്മൾ ചുമതലപ്പെടുത്തുന്ന ഒരാള് വോട്ടർ മെഷീനിൽ പോയി വോട്ട് ചെയ്യപ്പെടുന്ന രീതിയാണ്. നമ്മൾ ചുമതലപ്പെടുത്തിയിട്ടുള്ള ആള് നമ്മൾ പറഞ്ഞ സ്ഥാനാർത്ഥിക്ക് തന്നെ വോട്ട് ചെയ്യണമെന്ന് അവിടെ നിർബന്ധമില്ല. അയാളുടെ രാഷ്ട്രീയ ചിന്താഗതി ആ സമയത്ത് എന്താണോ അതിനനുസരിച്ചിട്ട് അയാൾ ചിലപ്പോൾ വോട്ട് ചെയ്തേക്കാം. അതുകൊണ്ട് തന്നെ പോളിംഗ് സ്റ്റേഷനിൽ പോയി നമുക്ക് തന്നെ വോട്ട് ചെയ്യാനുള്ള സംവിധാനങ്ങൾ ഒരുക്കുകയാണ് ഇലക്ഷൻ കമ്മീഷൻ ചെയ്യേണ്ടത്. പ്രായാധിക്യം കൊണ്ടോ സാങ്കേതിക വിദ്യയെ ഉപയോഗിക്കുന്നതിലുള്ള അറിവില്ലായ്മ കൊണ്ടോ ഉള്ള ആളുകൾക്ക് വേണ്ടി മാത്രമാണ് ഓപ്പൺ വോട്ട് എന്നുള്ള സംവിധാനം ഒരുക്കിയിട്ടുള്ളത്. എന്നാൽ ഇന്ന് രാഷ്ട്രീയ പാർട്ടികളെല്ലാം തന്നെ ഈ സംവിധാനത്തെ വളരെയധികം ദുരുപയോഗം ചെയ്യുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ലോക്സഭാ നിയമസഭാ ഇലക്ഷനുകളിൽ ഭിന്നശേഷിക്കാരായ ആളുകൾക്ക് വീട്ടിൽ ഇരുന്ന് വോട്ട് ചെയ്യാനുള്ള സംവിധാനം ഇലക്ഷൻ കമ്മീഷൻ ഒരുക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. അത്തരത്തിൽ തന്നെ പഞ്ചായത്ത് ഇലക്ഷനുകളിലും വോട്ട് ചെയ്യാനുള്ള അവസരം ഭിന്നശേഷിക്കാർക്ക് ഉണ്ടാക്കി കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഞങ്ങളുടെ സംഘടന ഇലക്ഷൻ കമ്മീഷന് ഒരു അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന ഇലക്ഷൻ സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ നടത്തുന്നതായതുകൊണ്ട് തന്നെ അതിൽ നിയമ ഭേദഗതി അടക്കമുള്ള കാര്യങ്ങൾ സാങ്കേതിക ബുദ്ധിമുട്ടുകൾ ഉണ്ടെന്നും അതുകൊണ്ട് ഈ തവണ അങ്ങനെ ഒരു സംവിധാനം ഒരുക്കാൻ കഴിയില്ലെന്നും ഇലക്ഷൻ കമ്മീഷനിൽ നിന്ന് മറുപടി ലഭിക്കുകയുണ്ടായി. പകരം ഭിന്നശേഷിക്കാരായ ആളുകൾക്ക് പോളിംഗ് സ്റ്റേഷനുകളിൽ റാമ്പ് സംവിധാനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഒരുക്കുമെന്നും ക്യൂ നിൽക്കേണ്ടി വരില്ലെന്നും ഒക്കെ ഉറപ്പ് നൽകിയിട്ടുണ്ടായിരുന്നു. എന്നാൽ പല സ്ഥലത്തുമുള്ള പോളിംഗ് സ്റ്റേഷനുകളിൽ റാമ്പ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് സത്യം. എന്നാൽ മറ്റൊരു വസ്തുത, നമ്പർ 1 ആണ്, ഭിന്നശേഷി സൗഹൃദമാണെന്നൊക്കെ അഭിമാനിക്കുന്ന നമ്മുടെ കേരളത്തിലെ പല സ്കൂളുകളിലും ഇപ്പോഴും റാമ്പുകൾ സ്ഥാപിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം. ഇത്തരം സാഹചര്യങ്ങളിൽ ധീരമായി പ്രതികരിച്ച എല്ലാവർക്കും എൻ്റെ അഭിനന്ദനങ്ങൾ.